ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീക്രട്ട് രഹസ്യം എന്ന ബുക്കിൻ്റെ റിവ്യൂ ആണ്. ഈ ബുക്കിൻ്റെ റിവ്യൂ ചെയ്യാനുള്ള കാരണം ഈ ബുക്ക് ഇപ്പോൾ ലോകത്ത് ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് ചർച്ച ചെയ്യുന്ന പോലെയാണ്. സീക്രട്ട് ദ ലോ ഓഫ് അട്രാക്ഷൻ ഉണ്ടോ ഇല്ലയോ, ഉണ്ടെന്ന് വിശ്വസിക്കുന്ന കുറച്ച് പേരുണ്ട്, ഇല്ല എന്ന് വിശ്വസിക്കുന്ന കുറച്ച് പേരുണ്ട്. അപ്പോൾ ഇതിൽ എൻ്റെ ഒപ്പീനിയനാണ് ഈ വീഡിയോയിൽ, അതുകൂടെ എൻ്റെ എക്സ്പീരിയൻസും ഈ ബുക്ക് വായിച്ചതിന് മുമ്പും വായിച്ചതിന് ശേഷവുമുള്ള എൻ്റെ എക്സ്പീരിയൻസും ഈ വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ ഈ പുസ്തകത്തിൽ പറയുന്നൊരു 3 കാര്യങ്ങളുണ്ട്. പിന്നെ ഈ പുസ്തകത്തിൽ പറയാത്ത ഒരു കാര്യം, ഈ 4 കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ജീവിതത്തിന് ഒരുപാട് മാറ്റങ്ങളുണ്ടാവും. ഇതെൻ്റെ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ എന്താണ് ഈ പുസ്തകത്തിൽ പറയുന്നത്? ഇതിൽ പറയുന്നത് ലോ ഓഫ് അട്രാക്ഷൻ, ആകർഷണ നിയമം. നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നമ്മളിലേക്ക് വന്നു ചേരും. അപ്പോൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ മനസ്സൊരു കാന്തമാണെന്നാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. പിന്നെ എങ്ങനെ ഈ പുസ്തകത്തിൽ പറയുന്ന 3 കാര്യങ്ങളാണ്: ആസ്ക്, ബിലീവ് ആൻഡ് റിസീവ്. ആസ്ക്, ആവശ്യപ്പെടുക. നമ്മൾ എന്താണോ വേണ്ടത് അത് നമ്മൾ ആവശ്യപ്പെടുക, ഈ പ്രപഞ്ചത്തോട് ആവശ്യപ്പെടുക. പിന്നെ വിശ്വസിക്കുക, ബിലീവ്. നമ്മൾ ആഗ്രഹിച്ചത് കിട്ടിയതായിട്ട് നമ്മൾ വിശ്വസിക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു ജോലി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടിയതായിട്ട് വിശ്വസിക്കുക. പിന്നെ റിസീവ്, നമ്മൾ ആവശ്യപ്പെട്ടത് കിട്ടിക്കഴിഞ്ഞാലുള്ള ഒരു സന്തോഷം അത് നമ്മളിലുണ്ടായിരിക്കണം. ഈ 3 കാര്യങ്ങൾ ചെയ്യാനാണ് നമ്മളിതിൽ പറയുന്നത്. ശരി, നമുക്കൊരു ഉദാഹരണ സഹിതം അപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലാകുക. ഒരു ഉദാഹരണം നോക്കാം. ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു നല്ലൊരു ഗവൺമെൻറ് ജോലി നേടാനാണ്. അപ്പോൾ ആദ്യം നമ്മൾ ആവശ്യപ്പെടുക, ഒരു ഗവൺമെൻറ് ജോലി നേടണം, പ്രപഞ്ചത്തോട് നമ്മൾ ആവശ്യപ്പെടുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വിശ്വസിക്കുകയാണ് ഗവൺമെൻറ് ജോലി കിട്ടി. നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ്? അത് കഴിഞ്ഞിട്ട് സ്വീകരിക്കുക, ഒരു ഗവൺമെൻറ് ജോലി കിട്ടിക്കഴിഞ്ഞാലുള്ള അത്രയും സന്തോഷം നമ്മുടെ കയ്യിൽ വേണം. അതോടൊപ്പം നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ടിരിക്കണം ഒരു ഗവൺമെൻറ് ജോലി കിട്ടിയതായിട്ട്. ഇപ്പോൾ PSC റാങ്ക് ലിസ്റ്റിലെല്ലാം വന്നതുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് ക്ലാസ് എടുക്കുന്നതായിട്ട് ഇത് നമ്മൾ ദിവസം നിരന്തരമായിട്ട് മനസ്സിൽ കണ്ടുകൊണ്ടിരിക്കണം. പക്ഷേ ഇതാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇത് നമ്മളിലേക്ക് വന്നു ചേരും എന്നാണ് പറയുന്നത്. പക്ഷെ ഒരിക്കലും നമ്മൾ ഇത് മാത്രം ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും വന്നു ചേരില്ല. ഇതോടൊപ്പം ഇപ്പം ഞാൻ പറഞ്ഞ 4ാമത്തെ കാര്യം, ആക്ഷൻ. ടേക്ക് ആക്ഷൻ എടുക്കുക. നമ്മൾ രാവിലെയും വൈകിട്ടും നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ വിഷ്വലൈസ് ചെയ്യുക, മനസ്സിൽ വിഷ്വലൈസ് ചെയ്തുകൊണ്ടിരിക്കുക, കണ്ടുകൊണ്ടേയിരിക്കുക. നമുക്ക് എന്താണ് ആഗ്രഹം, നമ്മൾ നേടാൻ ആഗ്രഹിക്കുന്നത്, അതോടൊപ്പം നമ്മൾ ആക്ഷൻ എടുക്കുക. ഇപ്പോൾ ഗവൺമെൻറ് ജോലി നേടണം എന്നാണെന്നുണ്ടെങ്കിൽ രാവും പകലും പഠിക്കുക. അപ്പോൾ അതോടൊപ്പം ഇതുപോലൊരു മൈൻഡിലെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നമ്മൾക്ക് കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾക്കത് കിട്ടിയിരിക്കും. ഇതെൻ്റെ എക്സ്പീരിയൻസാണ്. ഞാനിത് കുറേ പരീക്ഷിച്ച് നോക്കിയതാണ്. പിന്നെ ഈ പുസ്തകത്തിൽ പറയുന്ന 2 കാര്യങ്ങളാണ് ഗ്രാറ്റിറ്റ്യൂഡ്, പിന്നെ വിഷ്വലൈസേഷൻ. ഗ്രാറ്റിറ്റ്യൂഡ് അഥവാ നന്ദി. നമുക്ക് രാവിലെ എണീറ്റത് മുതൽ നമുക്ക് ഇല്ലാത്തതിനെക്കുറിച്ച് കുറ്റം പറയാതെ നമുക്കുള്ളതിനെ പറ്റി നന്ദി പറയാൻ ശ്രമിക്കുക. കാരണം കഴിക്കാൻ ഭക്ഷണവും കുടിക്കാൻ വെള്ളവും ഉറങ്ങാനൊരു നല്ല ബെഡും ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഒരുപാട് ഭാഗ്യവാനാണ്. പക്ഷെ നമ്മളതൊന്നും കാണാറില്ല. നമുക്ക് കണ്ണുള്ളതിന്, കാതുള്ളതിന്, കൈ കാലുള്ളതിന് നമ്മളില്ലാത്തതിനെ പറ്റി മാത്രം കുറ്റം പറഞ്ഞിരിക്കും. അതിന് പകരം ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി, ദിവസവും ഒരു 3 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് നന്ദി പറയാനാണ് ഇതിലെ ഓഥർ നമ്മളോട് പറയുന്നത്. അതുപോലെ തന്നെ വിഷ്വലൈസേഷൻ. ഇപ്പം നമ്മുടെ വിരാട് കോഹ്ലിയൊക്കെ കളിക്കാൻ വേണ്ടി സ്റ്റേഡിയത്തിലോട്ട് പോകുമ്പോൾ, റൂമിൽ നിന്ന് സ്റ്റേഡിയത്തിലോട്ട് പോകുമ്പോൾ ബോളറുടെ മേലെ നിരന്തരം അറ്റാക്ക് ചെയ്യുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട്. ഇപ്പം നമ്മുടെ വിരാട് കോഹ്ലി റൂമിൽ നിന്ന് ഗ്രൗണ്ടിലോട്ട് പോകുമ്പോൾ നിരന്തരം വിഷ്വലൈസ് ചെയ്യാറുണ്ട് ബൗളറുടെ മേലെ അറ്റാക്ക് ചെയ്യുന്നത്. അതിനൊപ്പം അദ്ദേഹം നല്ല പ്രയത്നം, നല്ല ഹാർഡ് വർക്കും ചെയ്യാറുണ്ട്. അതവിടെ ഗ്രൗണ്ടിൽ കാണും. അത് പിന്നെ ചരിത്രമാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എന്തായാലും ഒരുപാട് മാറ്റം വരുത്തുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതാണ് ഈ സീക്രട്ട് അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ എന്ന പുസ്തകത്തിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. എന്തായാലും എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ്, നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും. ഇത് നമ്മുടെ മനസ്സിൻ്റെ, നമ്മുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യും. നമ്മുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്താൽ തന്നെ ജീവിതവും ചേഞ്ച് ആവുമല്ലോ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.